ഹാ, ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞില്ലേ? നമുക്കിന്ന് ഇറങ്ങിയാലോ? ചെക്കനും കൂട്ടരും പള്ളിയിൽ എത്തിയെന്നാ പറഞ്ഞേ. മോനെ മിക്കി, മിയ റെഡിയായോ? മിയ റെഡിയായെങ്കിൽ നമുക്ക് ഇറങ്ങായിരുന്നു. ആ പപ്പ, മിയ റെഡിയായി. നമുക്കിന്ന് ഇറങ്ങാം. അവള് താഴെയുണ്ട്. കോക്കി, കോക്കി, നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? എന്ത് കിടപ്പാടി ഇത്? എഴുന്നേക്ക്. എടി, എല്ലാവരും പള്ളിയിൽ പോയി. നീ മാത്രം ഇവിടെ കിടന്നുറങ്ങാ. ഒന്നില്ലെങ്കിലും നീ അവളുടെ ചേച്ചിയല്ലേ. എടി വന്നേ, എഴുന്നേറ്റ്. ഓ എന്റെ ഫെലി, രാവിലെ തന്നെ മനുഷ്യന്മാർക്ക് കുറച്ച് സമാധാനത്താ. ഇവിടെ എനിക്കാണെങ്കിൽ തലവേദന എടുത്തിട്ട് സഹിക്കാൻ വയ്യ. അച്ചോടാ, എന്റെ പൊന്നുമോൾക്ക് തലവേദന എടുക്കണ്ടല്ലേ? ദേ, ഒരു വീക്കങ്ങ് വെച്ചെന്നാലുണ്ടല്ല. ഇന്നലെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞേ മതി, നിർത്ത്, കുടിക്കണ്ടെന്നൊക്കെ. വല്ലതും കേട്ടോ? നിനക്ക് രണ്ടെണ്ണം കിട്ടാത്തതിന്റെയാ. ഇന്നലെ നീ എന്തൊക്കെയാ കാണിച്ചു കുട്ടിയെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? ഹോ, ഇങ്ങനൊരു സാധനം. ഹോ, ഇത് പറയാനാണോ നിന്നെ രാവിലെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ഒന്ന് പോടാ. അല്ല, നിന്റെ അമ്മയുടെ അടിയന്തരത്തിന് സദ്യ വിളമ്പാൻ വന്നതാ. ഒന്ന് എഴുന്നേറ്റ് വാടി കുരിപ്പേ. വേഗം റെഡിയാവ്. അവിടെ പള്ളിയിലെല്ലാം തുടങ്ങിയിട്ടുണ്ടാവും. നമുക്ക് നമുക്ക് പോകാം. ഞാൻ എന്തിനാ അവിടെ? നിനക്ക് വേണമെങ്കിൽ നീ പൊക്കോ, ഞാനില്ല. കുക്കി, നീ തമാശ കളിക്കില്ലേ കേട്ടോ? എന്തൊക്കെ തന്നെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും നീ ഇന്ന് അവിടെ വന്നേ പറ്റൂ. അതില് വേറെ കോംപ്രമൈസ് ഒന്നുമില്ല. വാ, റെഡിയാവും. നമുക്ക് ഒരുമിച്ച് പോകാം. ഈ ഇടവക ജോൺ അബ്രഹാമിന്റെയും ജെസി ജോൺ അബ്രഹാമിന്റെയും മകൾ മിയ ജോൺ അബ്രഹാമിനെ ഭാര്യയായി സ്വീകരിക്കാൻ ജോയൽ ഡേവിഡ്സന് സമ്മതമാണോ? സമ്മതമാണ്. ജോർജ് ഡേവിഡ്സന്റെയും ക്രിസ്റ്റീന ജോ ഡേവിഡ്സന്റെയും മകൻ ജോയൽ ഡേവിഡ്സനെ ഭർത്താവായി സ്വീകരിക്കാൻ മിയ ജോൺ അബ്രഹാമിന് സമ്മതമാണോ? സമ്മതമാണ്. കുക്കി, നീ എപ്പോഴാ വന്നേ? വായോ, അവിടെ എല്ലാവരും നിന്നെ നോക്കുന്നുണ്ട്. വാ. കുക്കി, നീ എങ്ങോട്ടീ പോകുന്നേ? നിക്ക്. എവിടേക്കാ പോകുന്നേന്ന് പറഞ്ഞിട്ട് പോ. കുക്കി. साथिया 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 കുക്കി, എവിടെയായിരുന്നു നീ ഇത്ര നേരം? എവിടെ കറങ്ങിയെടുക്കായിരുന്നു നീ? സമയം എത്രയെന്ന് വല്ല ധാരണുണ്ടോ നിനക്ക്? എന്റെ തോന്നിയ ദിവസത്തിന് വരാനും പോകാനും ഇത് സത്രമൊന്നുമല്ല. ഇവിടെ ബാക്കി ചിലരും കൂടെ ജീവിക്കുന്നുണ്ട്. അവരെ കൂടെ ഒന്ന് പരിഗണിക്കണം. അതെങ്ങനാ? നിന്റെ മട്ടും പാവം കണ്ടാൽ ഞങ്ങളൊന്നും നിന്റെ ആരും ഇല്ലാത്ത പോലെയല്ലേ? ഇന്ന് ഇവിടെ എന്താ ഫംഗ്ഷൻ എന്ന് നിനക്കറിയോ? നിന്റെ അനിയത്തിന്റെ വിവാഹമായിരുന്നു. അവൾക്ക് ആകെയുള്ളൊരു ചേച്ചിയാ. കുടിച്ച് കൂത്താടി രാത്രി 12 മണിക്കാ കയറി വരുന്നത്. എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടോ നിനക്ക്? നിനക്കെന്താ? നീ എന്താ ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നേ? ഒരു ഉത്തരവാദിത്വമില്ല. തോന്നിയ ദിവസത്തിന് ഇങ്ങനെ നടക്കാം. ആളുകളുടെ മുമ്പിൽ ഞങ്ങളെ നാണം കെടുത്ത് നിനക്ക് മതിയായില്ലേ? ഞങ്ങൾക്ക് മതിയായി. ആളുകളുടെ മുമ്പിൽ നീ കാര്യം ഇങ്ങനെ തല കുനിച്ച് നിന്നു. ചോണേട്ടാ, വേണ്ട, മതി, നിർത്ത്. വെറുതെ വെറുതെ എന്തിനീ പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാനാണോ പ്രശ്നം ഉണ്ടാക്കുന്നത്? നീ കാണുന്നില്ലിരുന്നു. ഇങ്ങനെ പോട്ടേന്ന് വെച്ചിട്ട് അവൾ ഇങ്ങനെ ആയത്. ഇനിയും വിട്ടു കഴിഞ്ഞാൽ കൈവിട്ടു പോവും. അന്നേരം ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പറഞ്ഞില്ലെന്ന് കേട്ടാ. കഴിഞ്ഞില്ലേ നിങ്ങളുടെ പ്രസംഗം? എന്നാ ഞാൻ അങ്ങോട്ട് പോകയാ.
കണ്ടില്ലേ കണ്ടില്ലേ നീ അവളുടെ അഹങ്കാരം? ഇത്രയും പറഞ്ഞിട്ടും വല്ല കൂസലുണ്ടോ നോക്കി. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇവിടെ ഇങ്ങനെ അഴിച്ചു വിട്ടേണ്ടേ ഇവിടെ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ. എനിക്കറിയാം ഇവിടെ ഇങ്ങനെ നന്നാക്കണ്ടേന്ന്. എത്തിക്കോ നിന്റെ തോന്നിയാസൊക്കെ. മെറിക്കിന് ഞാൻ CEO പോസ്റ്റ് കൊടുക്കുന്ന അന്ന് നിന്റെ മെറിക്കിന്റെ വിവാഹം കൂടി അനൗൺസ് ചെയ്യും. എന്താ എന്താ പറഞ്ഞേ? മെർക്കിൻ്റെ വിവാഹോ? ഹോ, റിയലി പപ്പ? എന്നോട് ചോദിക്കാതെ പപ്പ ഇതൊക്കെ എങ്ങനെയാ? അത് ഇവനായിട്ട്? ഇത്രയും നാളും നിങ്ങൾക്ക് ഇവനെന്റെ ബ്രദർ ആക്കാഞ്ഞായിട്ടായിരുന്നു. ഇപ്പൊ ഇവനെ ഞാൻ ഇനി ഹസ്ബൻഡ് കൂടി ആക്കണോ? എന്തായാലും നന്നായിട്ടുണ്ട്, നല്ല തമാശ. പക്ഷെ എല്ലാരും കേൾക്കെ ഞാനൊരു കാര്യം പറയാം. ഈ കാര്യം നടക്കാൻ പോകുന്നില്ല, നടക്കാൻ ഞാൻ സമ്മതിക്കുകയുമില്ല. ഇതൊക്കെ ഇവന്റെ പ്ലാനാ, ഇവനും ഇവന്റെ അനിയത്തിയും കൂടെ ചേർന്നുള്ള പ്ലാൻ. അല്ലെങ്കിലും തെരുവിൽ കിടന്ന് വളർന്നവർക്ക് ഇങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കാൻ കഴിയൂ. ആദ്യം CEO പോസ്റ്റ്, ഇനി പപ്പയുടെ മമ്മിയുടെ പ്രോപ്പർട്ടി കൂടി ഇവർക്ക് സ്വന്തമാക്കണം. അതിനുവേണ്ടിയാ ഈ വിവാഹം എന്ന് പറഞ്ഞ നാടകമൊക്കെ. എന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രോപ്പർട്ടിയും ഇവന്റെ അനിയത്തിക്കും കിട്ടുമല്ലോ. അതിനു വേണ്ടിയാ ഇതൊക്കെ. നിങ്ങൾക്കിതൊന്നും മനസ്സിലാവില്ലായിരിക്കും, പക്ഷെ എനിക്കിതൊക്കെ നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇവന്റെ ഈ പൂങ്കണ്ണീരും ഡ്രാമയൊക്കെ നിങ്ങളുടെ അടുത്ത് നടക്കുമായിരിക്കും, എൻ്റെ അടുത്ത് നടക്കില്ല. ഞാനത് നടക്കാൻ സമ്മതിക്കേയില്ല. നിങ്ങൾ കുറിച്ചിട്ടോ, പാല് കൊടുത്ത കൈക്ക് എന്നെ കൊത്തുമ്പോഴേ നിങ്ങൾ ഇതൊക്കെ പഠിക്കുള്ളൂ. നിങ്ങൾക്കല്ലെങ്കിൽ ഇവനല്ലേ വലുത്, ഇവനും ഇവന്റെ പെങ്ങളല്ലേ വലുത്. ഞാൻ പറയുന്നതൊക്കെ തെറ്റ്. നോക്കിക്കോ, ഒരു ദിവസം കുറിച്ചിട്ടോ, അന്ന് നിങ്ങൾ കരയും. ഇവന്റെ പെങ്ങളുടെ ഉള്ളിലിരിക്കുന്ന വിഷം നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. നിർത്തിക്കോ നിന്റെ ഈ വർത്താനം. ഞാനിപ്പോ പറയുന്നതാ പ്രശ്നം. ഇവൻ ചെയ്യുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അല്ലേലും തെരുവിന്ന് കൊണ്ടുവന്നവരെ ആ രീതി നോക്കണം, അല്ലാതെ മെത്തേ കയറ്റി ഇരുത്താൻ നോക്കിയാ ഇങ്ങനെ ഇരിക്കും. പറയുമ്പോ സൂക്ഷിച്ചുപയോഗിക്കണം കുക്കി. എന്തിനാ നിർത്തിയേ? അല്ലേലും പപ്പയുടെ കൈ എന്നെ തല്ലാനല്ലാതെ പിന്നെ എന്തിനാ ഉയരാ? പിന്നെ മെറിക്, നീ അധികം അഭിനയിക്കൊന്നും വേണ്ട. എനിക്കറിയാം നീ ഇതൊക്കെ തന്നെ ആഗ്രഹിച്ചത്. നിനക്കിപ്പോ സന്തോഷമായി കാണും എന്നെയും എന്റെ പപ്പയും തെറ്റിച്ചപ്പോൾ. പക്ഷെ നീ ഒരു കാര്യം കുറിച്ചിട്ടോ, നിന്റെ ഈ സ്വപ്നങ്ങളൊന്നും നടക്കില്ല, നടക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. നീ എങ്ങനെ വിചാരിച്ചേ തെരുവി കിടക്കുന്ന നിന്നെ പോലത്തെ ഒരു ചെക്കനെ ഞാൻ വിവാഹം ചെയ്യുമെന്ന് നിനക്ക് എങ്ങനെ ചിന്തിക്കാൻ സാധിച്ചേ? എന്ത് യോഗ്യത ഉണ്ട് നിനക്ക്? എന്നെ പോലെ ഒരു പെണ്ണിനെ സ്വപ്നം കാണാനുള്ള എന്ത് യോഗ്യത നിനക്കുള്ളത്? കുക്കി, നിർത്താനാ നിന്നോട് ഞാൻ പറഞ്ഞ. ഇനി ഒരു അക്ഷരം നീ ഇവനെ പറ്റി സംസാരിച്ച എന്റെ കൈയുടെ ചൂട് നീ വീണ്ടും അറിയും. അറിയാം, ഇവനെ പറ്റി പറഞ്ഞ പപ്പയ്ക്ക് പൊള്ളൂന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷെ ഒരു കാര്യം എല്ലാരും കുറിച്ചിട്ടോ, ഇവന് CEO പോസ്റ്റ് കിട്ടാനും പോകുന്നില്ല, ഇവന് ഞാൻ തമ്മിലുള്ള വിവാഹം നടക്കാനും പോകുന്നില്ല. ജിയോണയാ പറയുന്നേ. പപ്പക്ക് ഒരു പ്രാവശ്യം എന്നോട് ചോദിക്കായിരുന്നില്ലേ എന്തുകൊണ്ടാ പപ്പ CEO പോസ്റ്റിന്റെ കാര്യം എന്നോട് ചോദിക്കാഞ്ഞ്? എനിക്ക് ഇതിലൊന്നും യാതൊരു താല്പര്യമില്ലെന്ന് പപ്പയ്ക്ക് അറിയില്ലേ? ഞാൻ ഓൾറെഡി ഒരു കമ്പനിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാനാണ് താല്പര്യം. എനിക്ക് ഈ പോസ്റ്റൊന്നും വേണ്ട. എനിക്കിതൊന്നും പറ്റില്ല. എന്നെ ഇതിന്ന് ഒഴിവാക്കി തരാൻ പപ്പ. എന്നെക്കൊണ്ട് പറ്റില്ല. എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. നീ അവള് പറയുന്നത് കേട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അവളങ്ങനെ പലതും പറയും. അതൊന്നും നീ കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുക്കി പറഞ്ഞതുകൊണ്ടൊന്നുമല്ല പപ്പ. ഞാനിത് ഓൾറെഡി എടുത്ത തീരുമാനം. എനിക്കിതിലൊന്നും താല്പര്യമില്ല. നീ എന്തായി പറഞ്ഞു എന്നെ? ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? ഈ CEO പോസ്റ്റ് അവൾക്ക് കൊടുക്കണമെന്നാണോ? ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ കുറിച്ച് കൂത്താടി നടക്കുന്ന അവളുടെ കൈ ഞാൻ ഏൽപ്പിക്കാം എൻ്റെ കമ്പനി? നിനക്കറിയില്ലേ മോനെ, ഞാൻ എത്ര കഷ്ടപ്പെട്ടാ ഈ കമ്പനി ഇതുവരെ എത്തിച്ചെന്ന്. ആ കമ്പനിയിൽ എൻ്റെ ചോരയും വേർപ്പും ഉണ്ട്. അത്രക്കും ഞാൻ അതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. നീ എൻ്റെ മകനായതുകൊണ്ടോ നിന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടോ അല്ല ഞാൻ ഈ കമ്പനി നിനക്ക് തരാമെന്ന് വെച്ചത്. നീ അതിന് റെസ്പോൺസിബിൾ ആയതുകൊണ്ടാ. നിനക്കൊരു കമ്പനി നോക്കി നടത്താനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു വേണ്ട. നിനക്കല്ലാതെ പിന്നെ ആർക്കാ മോനെ ഞാൻ എൻ്റെ കമ്പനി വിശ്വസത്തോടെ ഏൽപ്പിക്കേണ്ടത്? പക്ഷെ പപ്പ എന്നെ കൊണ്ട് ഇനി നീ ഒന്നും പറയണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അവളെ പറ്റി ഓർത്ത് നീ പേടിക്കണ്ട. അവള് ജിയോണയാണെങ്കിൽ ഞാൻ അവളുടെ പപ്പയാ. എനിക്കറിയാം എങ്ങനെ എല്ലാം നടത്തണമെന്ന്. പക്ഷെ പപ്പ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അതും പറഞ്ഞ് ജോണും ജെസ്സിയും അവിടെ നിന്ന് പോയി. മിക്കി, നീ എന്തെടുക്കാ? മോനെ എന്താ ഇത്? ഇവിടെ മൊത്തം ഇരുട്ടാണല്ലോ. നീ എന്തിങ്ങനെ ഇരുട്ടത്തിരിക്കുന്നേ?
എന്താ മോനിങ്ങനെ? നീ അവൾ പറഞ്ഞ കാര്യമാക്കിയോ? അത് വിട്ട്. നിനക്കറിയാവുന്നതല്ലേ അവളുടെ സ്വഭാവം. നീ അത് വിട്ടുകള. നമുക്കെല്ലാം ശരിയാക്കാം. നിനക്ക് ഓർമ്മയില്ലേ, മമ്മ നിനക്ക് ഇന്നലെ ഒരു പ്രോമിസ് തന്നിരുന്നു. മമ്മ പ്രോമിസ് തന്നിട്ടുണ്ടെങ്കിൽ അത് നടത്തുക തന്നെ ചെയ്യും. വേണ്ട മമ്മി, അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. ഒന്നോർത്ത് അവൾ പറഞ്ഞതാ ശരി. എനിക്ക് അവളെ വിവാഹം കഴിക്കാനുള്ള യോഗ്യത ഒന്നുമില്ല. നിർത്ത്. അവൾ അങ്ങനെ പലതും പറയും. നീ അതൊക്കെ കാര്യമാക്കിയല്ലോ. ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞു, അവൾ നിനക്കുള്ളതാണ്. അവൾ നിനക്കുള്ളതാണെങ്കിൽ അവൾ നിനക്ക് തന്നെ കിട്ടും. നീയാ പറയുന്നേ. കുക്കി, നിനക്ക് ഇപ്പോഴും എന്നോട് പിണക്കമാണോ? ഞാൻ എന്ത് ചെയ്താലും നിനക്ക് ഈ പിണക്കം മാറുന്നേ? എനിക്ക് നിന്നെ ഇങ്ങനെ കാണാൻ വയ്യ. നിനക്കറിയോ എനിക്ക് നിന്നെ എന്ത് ഇഷ്ടം. മമ്മി വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഞാൻ അറിയാതെ എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റ. പക്ഷെ എനിക്ക് അവളെ ഇഷ്ടമോ മമ്മി? എനിക്കറിയാം എനിക്കതിനുള്ള യോഗ്യത ഇല്ലാന്ന്. ഞാനങ്ങനെ ചിന്തിക്കാൻ പാടില്ല. പറഞ്ഞു പഠിപ്പിച്ചതാ ഞാൻ എന്നെ. പക്ഷെ എനിക്ക് പറ്റുന്നില്ല അവളെ മറക്കാൻ. എന്നോട് ക്ഷമിക്കും മമ്മി. എനിക്ക് അവളെ ഇഷ്ടം. ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു പോയി. മിക്കി നീ ഒന്ന് സമാധാനപ്പെട്. സത്യം പറഞ്ഞാൽ ഞാൻ നിന്നെ ഇങ്ങനെ കണ്ടപ്പോൾ ഷോക്കായിപ്പോയി. എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നിനക്ക് അവളെ ഇഷ്ടമായിരിക്കുമെന്ന്. എനിക്കിത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ പറയുന്നതൊക്കെ സത്യമാണോ? എപ്പോഴാ ഇങ്ങനെയൊക്കെ? പിന്നെ നീ എന്താ പറഞ്ഞേ? നിനക്ക് യോഗ്യത ഇല്ലെന്നോ? എടാ, നിനക്കറിയില്ല നീ എത്ര വലിയ സന്തോഷം എനിക്ക് തന്നേന്ന്. സത്യം പറഞ്ഞാൽ അവളുടെ കാര്യം ഓർത്ത് എനിക്ക് പേടിയായിരുന്നു. ഇനി എനിക്ക് പേടിക്കണ്ടല്ലോ. അവൾക്ക് നിന്നേക്കാൾ ചേർന്നൊരു പയ്യൻ വേറെ ഉണ്ടാകില്ല. എനിക്ക് സന്തോഷമായി മോനെ. ഇനി അവളുടെ വിവാഹം കഴിഞ്ഞാലും അവൾ എവിടേക്കും പോകില്ലല്ലോ. അവൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകില്ലേ? എന്നാലും നിനക്ക് എന്നോട് നേരത്തെ പറയായിരുന്നു. ഇത് വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി. നീ ഒന്നും പറയണ്ട. നീ എന്താ വിചാരിച്ചേ ഞാനിത് കേൾക്കുമ്പോൾ ദേഷ്യപ്പെടുന്നു? എടാ പൊട്ട, ഇതിനും വലിയ സന്തോഷം വേറെ എന്താ ഉള്ളേ എനിക്ക്? എനിക്കറിയില്ല എന്താ പറയണ്ടെന്ന്. ഐ ലവ് യു മമ്മി, എന്നെ മനസ്സിലാക്കിയതിന്. അതൊക്കെ കഴിഞ്ഞില്ലേ മമ്മി? എനിക്കിത് നേരത്തെ അറിയായിരുന്നു. അവൾക്ക് പറ്റിയൊരാളല്ല ഞാൻ. അത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബട്ട് ഐ ഹാവ് ടു ആക്സെപ്റ്റ് ദാറ്റ്. കുഴപ്പമില്ല. അമ്മ ചെല്ല്, നേരം ഒരുപാടായില്ലേ. നാളെ മിയയും ജോയലും വരുന്നതല്ലേ. ഒരുപാട് പണിയുണ്ടാവും. എന്നെപ്പറ്റി ഓർത്ത് മമ്മി വിഷമിക്കണ്ട. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ലെന്നേ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ റെസ്റ്റ് എടുക്ക്. നമുക്ക് നാളെ സംസാരിക്കാം. നീ കിടക്കുന്ന. നീ എന്താ എന്നെ മനസ്സിലാക്കാതെ? जो ना कह सके तुम, जो ना कह सके हम, कहने लगी दोनों से वो खामोशियाँ। ओ साथिया साथिया साथिया
साथिया साथिया साथिया